എല്ലാ കൂട്ടുകാർക്കും ടാർഗറ്റ് യുവർ എയിമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ശുഭാംശുവിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആക്സിയം മിഷൻ 4 ചോദ്യോത്തരങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ആക്സിയം മിഷൻ 4 എന്നത് എന്താണ്? ഉത്തരം, ആക്സിയം സ്പേസ് എന്ന സ്വകാര്യ കമ്പനി നടത്തുന്ന 4ാമത്തെ മനുഷ്യൻ ചേർന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ദൗത്യമാണ്. രണ്ടാമത്തെ ചോദ്യം, ആക്സിയം മിഷൻ 4 എപ്പോഴാണ് വിക്ഷേപിച്ചത്? ഉത്തരം, 2025 ജൂൺ 25 ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:01. മൂന്നാമത്തെ ചോദ്യം, ആക്സിയം മിഷൻ 4 എവിടെയാണ് വിക്ഷേപിച്ചത്? ഉത്തരം, അമേരിക്കയിലെ ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ്. ചോദ്യം 4, ആക്സിയം മിഷൻ 4 ഏത് റോക്കറ്റിലൂടെയാണ് വിക്ഷേപിച്ചത്? ഉത്തരം, സ്പേസ് എക്സിന്റെ ഫാൽക്കോൺ 9 റോക്കറ്റിലൂടെയാണ്. ചോദ്യം 5, ഈ ദൗത്യത്തിൽ എത്ര പേർ പങ്കെടുത്തിരുന്നു? ഉത്തരം, 4 പേർ. ആറാമത്തെ ചോദ്യം, ആരാണ് ആക്സിയം മിഷൻ 4ലെ ക്രൂ അംഗങ്ങൾ? ഉത്തരം, ഫസ്റ്റ് 1 പെഗ്ഗി വിറ്റ്സൺ, കമാൻഡർ, രാജ്യം USA. സെക്കൻഡ് 1 ശുഭാംശു ശുക്ല, പൈലറ്റ്, രാജ്യം ഇന്ത്യ. തേർഡ് 1 സ്ലാവോസ് ഉസനൻസ്കി, രാജ്യം പോളണ്ട്. ഫോർത്ത് 1 ടിബോർ കാപ്പു, രാജ്യം ഹംഗറി. ഏഴാമത്തെ ചോദ്യം, ആക്സിയം മിഷൻ 4 എത്ര ദിവസത്തേക്കാണ് പദ്ധതിയിട്ടിരിക്കുന്നത്? ഉത്തരം, ഏകദേശം 14 മുതൽ 21 ദിവസത്തേക്കാണ്. എട്ടാമത്തെ ചോദ്യം, ഈ ദൗത്യത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആര്? ഉത്തരം, ശുഭാംശു ശുക്ല, ISROയിലെ എഞ്ചിനീയറാണ്. ഒമ്പതാമത്തെ ചോദ്യം, ഇത് ഇന്ത്യയുടെ എത്രാമത്തെ മനുഷ്യൻ ചേർന്ന ബഹിരാകാശ യാത്രയാണ്? ഉത്തരം, 2ാമത്തെ. ആദ്യത്തേത് 1984 രാകേഷ് ശർമ്മ ആയിരുന്നു. പത്താമത്തെ ചോദ്യം, ആക്സിയം മിഷൻ 4 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്ത സമയമെന്ന്? ഉത്തരം, 2025 ജൂൺ 26 രാവിലെ 7 മണിക്ക്. 11ാമത്തെ ചോദ്യം, ഡോക്കിംഗ് എവിടെ നടന്നു? ഉത്തരം, ISSലെ ഹാർമണി മൊഡ്യൂളിന്റെ മുകളിൽ. 12ാമത്തെ ചോദ്യം, മിഷൻ 4ൽ എത്ര പരീക്ഷണങ്ങളാണ് നടത്താൻ ഉദ്ദേശിച്ചത്? ഉത്തരം, ഏകദേശം 60 പരീക്ഷണങ്ങൾ. 13ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഭാഗമായ പരീക്ഷണങ്ങൾ ഏത്? ഉത്തരം, മൈക്രോഗ്രാവിറ്റി ആസ്പദമാക്കിയ ആരോഗ്യശാസ്ത്ര പരീക്ഷണങ്ങൾ. 14ാമത്തെ ചോദ്യം, ആക്സിയം മിഷൻ 4ൽ ഉപയോഗിച്ചിരിക്കുന്ന ക്യാപ്സ്യൂൾ ഏതാണ്? ഉത്തരം, ക്രൂ ഡ്രാഗൺ ഗ്രേസ്. 15ാമത്തെ ചോദ്യം, ഫാൽക്കൺ 9 റോക്കറ്റ് വിക്ഷേപിക്കപ്പെട്ട പദം ഏതാണ്? ഉത്തരം, ലോഞ്ച് പാഡ് 39A, കെന്നഡി സ്പേസ് സെന്റർ. 16ാമത്തെ ചോദ്യം, പൂർണ്ണ ദൗത്യ സമയം എത്ര മണിക്കൂറാകും എന്ന കണക്കാണ്? ഉത്തരം, ഏകദേശം 350 to 400 മണിക്കൂർ. 17ാമത്തെ ചോദ്യം, പൈലറ്റ് ശുഭാംശു ശുക്ല ഏത് സംസ്ഥാനത്തുള്ളവനാണ്? ഉത്തരം, ഉത്തർപ്രദേശിലെ ലക്നൌവിൽ. 18ാമത്തെ ചോദ്യം, ഇത് സ്പേസ് എക്സിന്റെ എത്രാമത്തെ മനുഷ്യൻ ചേർന്ന ദൗത്യമാണ്? ഉത്തരം, 13ാമത്തേത്. 19, പെഗ്ഗി വിറ്റ്സൺ ഇതിന് മുമ്പ് എത്ര പ്രാവശ്യം സ്പേസിൽ പോയിട്ടുണ്ട്? ഉത്തരം, 4 പ്രാവശ്യം. 20ാമത്തെ ചോദ്യം, പോളണ്ടിലെ ESA മിഷൻ സ്പെഷ്യലിസ്റ്റ് ആരാണ്? ഉത്തരം, സ്ലാവോസ് ഉസനൻസ്കി. 21ാമത്തെ ചോദ്യം, ഹംഗറിയിലെ ആദ്യ ബഹിരാകാശ യാത്രികൻ ആരാണ്? ഉത്തരം, ടിബോർ കാപ്പു. 22ാമത്തെ ചോദ്യം, ക്രൂ ഡ്രാഗൺ C-213 ഗ്രേസ് എന്ന് പേരായത് എന്തുകൊണ്ട്? ഉത്തരം, ഏഷ്യൻ കലയുടെ സുതാര്യതയും സൗന്ദര്യമാണ് അതിന്റെ ആശയം. ഉദാഹരണത്തിന് മഹിമ, അനുഗ്രഹം എന്നൊക്കെയാണ് ഈ പദത്തിനർത്ഥം. 23ാമത്തെ ചോദ്യം, ഈ ദൗത്യത്തിന് ഇന്ത്യയിൽ നിന്നും എന്തൊക്കെ പരിപാടികൾ നടന്നു? ഉത്തരം, ഗുവാഹത്തിയിലെ പ്ലാനറ്റോറിയത്തിലെ ലൈവ് സംപ്രേഷണം, വിദ്യാർത്ഥികൾക്കായിട്ടുള്ള സെക്ഷനുകൾ. 24ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിനുള്ള തയ്യാറെടുപ്പിനായി ഇതിന്റെ പ്രാധാന്യം എന്താണ്? ഉത്തരം, പരിശീലനം, ജൈവ പരീക്ഷണങ്ങൾ, താൽപര്യ വിപുലീകരണം എന്നിവ. 25ാമത്തെ ചോദ്യം, ശുക്ല ബഹിരാകാശത്തേക്ക് പുറപ്പെട്ടപ്പോൾ പറഞ്ഞത് എന്താണ്? ഉത്തരം, ജയ് ഹിന്ദ്, ജയ് ഭാരത്.
26ാമത്തെ ചോദ്യം, ക്രൂ ഡ്രാഗന്റെ എത്രാമത്തെ പറക്കലാണ് ഇത്? ഉത്തരം ഗ്രേസ് ക്യാപ്സ്യൂളിന്റെ ആദ്യ പറക്കലാണ്. 27ാമത്തെ ചോദ്യം, ISS ഇനി എത്ര വർഷത്തേക്കാണ് നിലവിൽ? ഉത്തരം 2030 വരെ നീട്ടാമെന്ന് നാസ അറിയിച്ചിട്ടുണ്ട്. 28ാമത്തെ ചോദ്യം, സ്പേസ് എക്സ് ഈ ദൗത്യത്തിൽ എങ്ങനെ പങ്കാളിയായിരുന്നത്? ഉത്തരം റോക്കറ്റ്, ക്യാപ്സ്യൂൾ, ലോഞ്ച് എന്നിവ നൽകുന്നു. 29ാമത്തെ ചോദ്യം, നാസ ഈ ദൗത്യത്തിൽ എങ്ങനെ പങ്കാളിയാണ്? ഉത്തരം ISSലേക്കുള്ള പ്രവേശനം, സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകി. 30ാമത്തെ ചോദ്യം, പോളണ്ടിന്റെ മിഷൻ പാച്ചിന് പേരെന്താണ്? ഉത്തരം ഇഗ്നീസ്. 31ാമത്തെ ചോദ്യം, ഹംഗറിയുടെ മിഷൻ പാച്ചിന് പേരെന്താണ്? ഉത്തരം ഹ്യൂണർ. 32ാമത്തെ ചോദ്യം, ആക്സിയം മിഷൻ 4ൽ ഡയബറ്റീസ് സംബന്ധിച്ച പരീക്ഷണങ്ങളുണ്ടോ? ഉത്തരം ഉണ്ട്. മൈക്രോഗ്രാവിറ്റിയിൽ ശരീരത്തിലെ ഗ്ലൂക്കോസ് മാറ്റങ്ങൾ പഠിക്കുന്നു. 33ാമത്തെ ചോദ്യം, ക്യാപ്സ്യൂൾ റീ എൻട്രി എവിടെ നടക്കും? ഉത്തരം ക്യാപ്സ്യൂൾ കിഫോർണിയ സമീപമുള്ള സമുദ്രത്തിലേക്ക് തിരിച്ചെത്തും. 34ാമത്തെ ചോദ്യം, ആക്സിയം മിഷൻ 4ൽ എത്ര രാജ്യങ്ങളാണ് പങ്കെടുത്തത്? ഉത്തരം 31 രാജ്യങ്ങളിൽ നിന്നുള്ള ഗവേഷണങ്ങൾ. 35ാമത്തെ ചോദ്യം, ആക്സിയം മിഷൻ 4ൽ ഇന്ത്യയുടെ ഭാഗമായ പ്രധാന പരീക്ഷണം എന്താണ്? ഉത്തരം ഇൻസുലിൻ ഡെലിവറി സിസ്റ്റത്തിന്റെ സ്പേസ് കോമ്പാറ്റിബിലിറ്റി. 36ാമത്തെ ചോദ്യം, മിഷനിലൂടെ ആഗോള സഹകരണം എങ്ങനെ വളർന്നു? ഉത്തരം ബഹിരാകാശം സ്വകാര്യ മേഖലയിലേക്കും പുതിയ രാജ്യങ്ങളിലേക്കും തുറന്നു. 37ാമത്തെ ചോദ്യം, ക്രൂവിൽ പങ്കെടുക്കാനായിരുന്ന ബാക്കപ്പ് ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. 38ാമത്തെ ചോദ്യം, ലോഞ്ച് വെതർ കണ്ടീഷൻ എങ്ങനെയായിരുന്നു? ഉത്തരം 90% അനുകൂലമായ കാലാവസ്ഥ. 39ാമത്തെ ചോദ്യം, ലോഞ്ച് വെബ്കാസ്റ്റ് എവിടെയൊക്കെയായിരുന്നു ലഭ്യമായത്? ഉത്തരം നാസ പ്ലസ് SpaceX.com, axiom.space ലൈവ്. 40ാമത്തെ ചോദ്യം, ആക്സിയം മിഷൻ 4 ശുക്ലയ്ക്ക് ഇത്രയും വലിയ നേട്ടമായി തോന്നാൻ കാരണമെന്താണ്? ഉത്തരം ഇന്ത്യയെ ബഹിരാകാശ യാത്രയിൽ വീണ്ടും പ്രതിനിധീകരിക്കാനായത്. 41ാമത്തെ ചോദ്യം, പെഗ്ഗി വിറ്റ്സൺ സ്പേസിൽ ആകെ എത്ര ദിവസം ചിലവഴിച്ചു? ഉത്തരം 675 ദിവസം. 42ാമത്തെ ചോദ്യം, സ്പേസ് എക്സ് ഫാൽക്കൺ 9 ബൂസ്റ്റർ തിരികെ എവിടെ ഇറങ്ങി? ഉത്തരം ലാൻഡിംഗ് സോൺ 1, ഫ്ലോറിഡ. 43ാമത്തെ ചോദ്യം, ആക്സിയം മിഷൻ 4ന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം ബഹിരാകാശ ഗവേഷണം, അന്താരാഷ്ട്ര സഹകരണം, സ്വകാര്യ പങ്കാളിത്തം. 43ാമത്തെ ചോദ്യം, ശുക്ല സ്പേസിലേക്ക് പോകുന്നതിന് മുമ്പ് ഏത് ഗാനമാണ് കേട്ടത്? യൂം ഹി ചല ചൽ, AR റഹ്മാന്റെ പാട്ടാണ്. 45ാമത്തെ ചോദ്യം, ആക്സിയം മിഷൻ 4ൽ എത്ര ദിവസത്തെ തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് വിക്ഷേപിച്ചത്? ഉത്തരം ഏകദേശം 6 മാസം ഒരുക്കങ്ങൾ. 46ാമത്തെ ചോദ്യം, ആക്സിയം മിഷൻ 4ൽ ശുക്ലയ്ക്ക് കൺട്രോൾ നൽകിയത് എന്താണ്? ഉത്തരം ക്യാപ്സ്യൂൾ സിസ്റ്റം സെറ്റിംഗ്, മാനുവൽ കൺട്രോൾ പ്രാക്ടീസ്. 47ാമത്തെ ചോദ്യം, ക്രൂ ഡ്രാഗൺ സെപ്പറേഷൻ എപ്പോൾ നടന്നത്? ഉത്തരം വിക്ഷേപത്തിന് ശേഷം ഏകദേശം 15 മിനിറ്റിനുള്ളിൽ. 48ാമത്തെ ചോദ്യം, നാസയ്ക്ക് ഇതിൽ നിന്നുള്ള ലാഭം എന്താണ്? ഉത്തരം സ്വകാര്യ ദൗത്യങ്ങൾ വഴിയുള്ള റിസോഴ്സ് ഷെയറിംഗ്, സാമ്പത്തിക ലാഭം. 49ാമത്തെ ചോദ്യം, ആക്സിയം സ്പേസിന്റെ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? ഉത്തരം സ്വകാര്യ ബഹിരാകാശ നിലയം നിർമ്മിക്കുക, സ്വകാര്യ ഡോക്കിംഗ് സൗകര്യങ്ങൾ വികസിപ്പിക്കുക. 50ാമത്തെ ചോദ്യം, ആക്സിയം മിഷൻ 4 കേരളവുമായി എന്ത് ബന്ധമാണുള്ളത്? ഉത്തരം കേരളത്തിലെ വെള്ളായണി കാർഷിക കോളേജ് വികസിപ്പിച്ച 5 വിത്തിനങ്ങൾ ബഹിരാകാശ കേന്ദ്രത്തിൽ എത്തുന്നുണ്ട്. 51ാമത്തെ ചോദ്യം, ഏത് 5 വിത്തിനങ്ങളാണ് ബഹിരാകാശ കേന്ദ്രത്തിൽ എത്തുന്നത്? ഉത്തരം ഉമ, ജ്യോതി നെല്ല്, തിലകാര എള്ള്, തക്കാളി, വഴുതന, കുറ്റിപ്പയർ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.